എടാ ഈ സന്തോഷിന്റെ കാരണം എന്തേ ഇവനാട്ടോ. ഇത് കണ്ടോ, ഈ മീൻ മേടിച്ച്, ഈ മീനിന്റെ പേരെന്താടാ? ഫൈറ്റർ. ഓ എന്റെ ദൈവം, ഈ മീൻ മേടിച്ചതിന്റെ സന്തോഷമാണ് ആ കാണുന്നത്. അത് മാത്രമല്ല കുറേ മീൻ ആ കുപ്പിയിൽ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? വേറൊരു ഐറ്റത്തിന് തീറ്റയാട്ടോ. അത് എന്ത് ഐറ്റം എന്നുള്ളത് ഇപ്പൊ നമുക്ക് കാണാം. അയ്യോ ഇതേ പെടുന്നാടാ മേടിച്ചതാ, പൈസ കൊടുത്ത് മേടിച്ചതാ. എന്റെ മോനെ ഇത് എത്ര ഇവിടെ സാധനം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വെറുതെ കിട്ടിയാന്നൊക്കെ അവൻ വെറുതെ പറഞ്ഞതാട്ടോ. ഇത് എന്തായാലും ഒരു 500 രൂപയെങ്കിലും ആയിട്ടുണ്ടാവും അല്ലേ നെന്നു? ആ കണ്ട 500 രൂപയുടെ സാധനമാണ് ഈ മേടിച്ചിട്ട് വന്നേക്കണേ. ഒന്ന് ഫൈറ്റർ, ഇത് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു അലങ്കാര മത്സ്യം പോലെ വെക്കാമെന്ന് വിചാരിക്കും. മറ്റേ 2 മീൻ എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കൂടാതെ അന്ന് മേടിച്ച മീൻ ഇനിയും കിടക്കുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം ചത്തുപോയി ഇല്ലേടാ, ഒരെണ്ണാട്ട ചത്തു പോവുകയും ചെയ്തു. ഇത് നോക്ക്, ഇത് ഈ മീൻ മേടിച്ച് കൂട്ടുന്ന ഈ മീന് ഇത്രമാത്രം ക്രേസുള്ള 2 എണ്ണത്തിനാണ് ഇവിടെ ഞാൻ ഇത് വെറ്റകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ 2 മീനിൻ്റെ പേരെന്താടാ? ആ പുലിവാഹ. 2 അതിൻ്റെ ഉള്ളിൽ വലിയ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അതിന് ഇടാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നതിനെ എടുത്ത് മാറ്റുന്ന ആട്ടോ ഈ കാണുന്നത്. നിന്റെ വീഡിയോ ഒക്കെയാണ് വ്യൂസ്. ചേച്ചിക്ക് മീൻ പിടിക്കാൻ അറിയില്ല. ചേച്ചിക്ക് മീനെ പിടിക്കാൻ അറിയില്ല. അച്ഛനായിട്ട് പിടിച്ച് ഒരു കുഞ്ഞാപ്പിക്കറി വല വന്നു, എന്നിട്ട് ഒരു വലിയ വല വന്നു, എന്നിട്ട് അത് ഓട്ട എന്നിട്ട് കുഞ്ഞാപ്പിക്കറി വലയും കൊണ്ട് തന്നെ പിടിച്ച്. എന്നിട്ട് അവിടെ താഴെ പോയി താഴെ കിടന്ന് ഓടിക്കളിയാണ് മീനുണ്ട്. കൈയിട്ട നല്ല കിട്ടി. കൈയിട്ടാണ് ഞാൻ കിറ്റോണ്ട് നോക്കിയാൽ ഓ നീല കളർ ഉണ്ടല്ലോ. ചെറുതല്ലേ ഇതാ ഇതാ ഇതിന്റെ അച്ചക്കമാണല്ലോ. കുറച്ചാളും കൂടി വെട്ടേന്ന് പറഞ്ഞ റെഡി വെച്ചിട്ട് എന്താ തീറ്റയാ? ചെമ്മീനൊക്കെ ചത്തമീനാണ്. കഴിച്ചാ മറ്റേ ഇവൻ ഇവൻ ഇത് ചെറുത് ഇതാണ് അമ്പലക്കുളം വറ്റിക്കാൻ പോയ ഒരു മീനായിട്ട് വന്ന കഥ. ഇഷ്ടമായ ഒന്ന് ബീവി തേറ്റിട്ടോ.